ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ SSC MTS ഡേറ്റ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും, എക്സാം ഡേറ്റ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഫെബ്രുവരി 4-ാം തീയതിയാണ് എക്സാം ഡേറ്റ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇനിയുള്ള ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എക്സാം എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ 1 എക്സാം ഉണ്ട്, അതുപോലെ ഹവിൽദാർ ആണെങ്കിൽ ഒരു PET ഉണ്ട്, ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളും കൂടി ഉണ്ട്. സോ അത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. പിന്നെ പേപ്പർ 1 ഉണ്ട്. MTSനാണെങ്കിൽ പേപ്പർ 1 മാത്രമാണ്. ഇനി ഹവിൽദാർ ആണെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്. സോ അത്രയും കാര്യങ്ങളാണുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പാറ്റേൺ ആണ്. അപ്പോൾ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. പാറ്റേണിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് 2 സെഷനായിട്ടാണ് നമ്മുടെ ഇതുള്ളത്, പാറ്റേൺ ഉള്ളത്. അതിൽ സെഷൻ 1 എന്ന് പറയുന്നത് നമുക്ക് മാത്സ്, റീസണിങ്. സെഷൻ 2 ആണെങ്കിലോ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സെഷൻ 1 നിങ്ങൾക്ക് ഓൾറെഡി പാറ്റേൺ അറിയുന്നതായിരിക്കും. സെഷൻ 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറുള്ള സെഷനാണ്. അവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. ഇനി സെഷൻ 2 ആണെങ്കിൽ അതിലെ മാർക്കാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വരുത്തുന്നത്. സെഷൻ 2ന്റെ മാർക്ക് നോക്കിയിട്ടാണ് നമ്മുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ മാത്സിലാണെങ്കിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. സോ ടോട്ടൽ 60 മാർക്ക്. റീസണിങ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്, ടോട്ടൽ 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് 120 മാർക്ക് ഉണ്ട്. ഇതാണ് സെഷൻ 1, 45 മിനിറ്റും ഉണ്ട്. ഇനി സെഷൻ 2 ആണെങ്കിൽ നോക്കിയാൽ 25 ക്വസ്റ്റ്യൻ ആണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻ ആണ്, 75 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. സോ ഇംഗ്ലീഷ് ആണെങ്കിലും സെയിം ആണ്, 25 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്, ടോട്ടൽ 75 മാർക്ക്. സോ അവിടെ ടോട്ടൽ 45 മിനിറ്റ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാം 2 സെഷനും ഒരുമിച്ചാണ് നടത്തുക. അതായത് ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ആദ്യത്തെ സെഷൻ വേറെ സമയത്ത്, രണ്ടാമത്തെ വേറെ സമയത്ത്. അങ്ങനെയല്ല, നമ്മൾ സെഷൻ 1 കഴിഞ്ഞ ഉടനെ തന്നെ സെഷൻ 2 തുടങ്ങും. അത് സെഷൻ 2 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സാം കഴിയുന്നത്. ഓക്കെ, അപ്പോൾ 2 സെഷൻ ഒരുമിച്ച് നടക്കും. ഇനി സെഷൻ 1 നമ്മൾ അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെഷൻ 1 നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ 1 അറ്റൻഡ് ചെയ്യാം, നെഗറ്റീവ് മാർക്കില്ല. സെഷൻ 1 നെഗറ്റീവ് മാർക്കില്ല. സെഷൻ 2 ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വാളിഫയിങ് നേച്ചറാണ്, അവിടെ നമ്മൾ മിനിമം മാർക്ക് വാങ്ങണം. രണ്ടാമത്തേതിൽ നമ്മൾ മാക്സിമം മാർക്ക് വാങ്ങുക, നമ്മുടെ മാക്സിമം മാർക്ക് വാങ്ങുക. അവിടെയാണ് നമ്മുടെ മെറിറ്റ് നിർണ്ണയിക്കുന്നത്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്ക് സെഷൻ 2 ഉണ്ട്, സെഷൻ 1 നെഗറ്റീവ് ഇല്ല, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് എത്രത്തോളം നമ്മൾ സ്കോർ ചെയ്യണം എന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ മാർക്ക് നിർണ്ണയിക്കുന്ന ഈ 150-ലാണ്, 150-ലാണ് നമ്മുടെ മാർക്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും അറിയാണ്ട്, എത്ര സ്കോർ ചെയ്യണമെന്ന് ഒന്നും അറിയാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു 100 മാർക്ക് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അറിയണം. അപ്പോൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിയാൽ നമ്മൾ കേരളത്തിലായിരിക്കില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഓരോ സ്റ്റേറ്റിൻ്റെ അങ്ങനെ വെക്കില്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളം വെച്ചെങ്കിൽ കേരളത്തിൻ്റെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കിയേ 127 ആണ്. UR കാറ്റഗറിക്ക് കട്ട് ഓഫ് വരുന്നത് 127. ഇനി കർണാടക നോക്കിയാൽ 120 ആണ്. ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. ഈ ലിസ്റ്റ് ഒരുപാടുണ്ട്. നോക്കിയാൽ ഇത് 67, അതുപോലെ ലിസ്റ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കേരളത്തിൻ്റെ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ലക്ഷ്യമിടുന്ന എത്രയാണ്? നമ്മൾ ലക്ഷ്യമിടേണ്ടത് 130 സ്കോർ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 130 ആയിരിക്കണം. കാരണം ഇവിടെ നോക്കിയാൽ കേരളത്തിൻ്റെ ഇവിടെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ UR കാറ്റഗറിയിൽ സെലക്ട് ചെയ്ത ഏറ്റവും ലാസ്റ്റത്തെ ആളിൻ്റെ മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ 127 ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, കേരളത്തിൻ്റെ കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് 130 ആയിരിക്കണം. നമ്മൾ സെഷൻ 2 നമ്മൾ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കട്ട് ഓഫ് മനസ്സിലായി. ഇനി നമ്മളൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. സപ്പോസ് നമുക്കിപ്പോൾ ഒരാൾക്ക് 127 കിട്ടി, കട്ട് ഓഫ് 127 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ 2 പേർക്ക് 127 കിട്ടി, പക്ഷേ 2 പേരും സെലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നമ്മൾ ടൈ വന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പേപ്പർ 2 അതായത് സെഷൻ 2 ജനറൽ അവയർനെസ്സിൻ്റെ മാർക്ക് അവിടെ കൺസിഡർ ചെയ്യും. അതായത് സെഷൻ 2 എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ അതിൽ 2 പേർക്കും ഒരേ മാർക്ക് കിട്ടിയാൽ നോക്കിയേ, ജനറൽ അവയർനെസ്സിൽ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് കുറച്ച് പ്രിഫറൻസ് കിട്ടും. ഇത് ടൈ വരുന്ന കേസിൽ മാത്രമാണ് കേട്ടോ. 2 പേർക്ക് ഒരേ മാർക്ക് വന്നു, അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ 2 പേർക്ക് ഒരേ മാർക്ക് വന്നു. അപ്പോൾ ആരെ ഉൾപ്പെടുത്തുന്ന നോക്കിയാൽ ജനറൽ അവയർനെസ്സിന് കൂടുതൽ മാർക്ക് കിട്ടിയ ആളെ ഉൾപ്പെടുത്തും. ഇനി അവിടെയും ജനറൽ അവയർനെസ്സിനും ഒരേ മാർക്ക് വന്നാൽ
അടുത്ത പ്രിഫറൻസ് കിട്ടുന്നത് അടുത്ത നോക്കിയേ ഇനി സെഷൻ വണ്ണിൽ കൂടുതൽ സ്കോർ ചെയ്ത ആൾക്കാണ് പ്രിഫറൻസ് കിട്ടുക. അതായത് ഒരേ മാർക്കാണ് നമ്മൾ സെഷൻ 2-ന്. പിന്നെ നോക്കുമ്പോൾ അടുത്ത പ്രിഫറൻസ് നോക്കിയാൽ എന്താണ്, ജനറൽ അവയർനെസ്സിൽ ആർക്കാണ് കൂടുതൽ. അപ്പോൾ അവിടെയും രണ്ടുപേരും സെയിം ആയാൽ മൂന്നാമത്തെ നോക്കുന്നത് എന്താണ്, സെഷൻ 1-ന്റെ ആണ്. അതും കഴിഞ്ഞാൽ അപ്പോൾ അവിടെയും സെയിം ആയാൽ അതും കഴിഞ്ഞാൽ നോക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. വയസ്സ് കൂടുതലുള്ള ആളെ കേട്ട് അവിടെയും ഒരുപോലെ ആണെങ്കിൽ എന്താണ്, ആൽഫബറ്റിക് ഓർഡർ പേരുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ഓഫ് ഒക്കെ മനസ്സിലാക്കി, നമ്മൾ ടാർഗറ്റ് ഒക്കെ മനസ്സിലാക്കി. 130 ആണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ സെഷൻ 1-ൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം, സെഷൻ 2-ൽ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യണം. എത്രയാണ്, 130 ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ആ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെഷൻ 1 നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അതിന് നെഗറ്റീവ് മാർക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്കിത് പാസ്സാവാം? നമ്മൾ നോക്കിയാൽ സെഷൻ 1-ലാണെങ്കിൽ 30% മാർക്കാണ് നമ്മൾ UR കാറ്റഗറി സ്കോർ ചെയ്യേണ്ടത്. 30% മാർക്കാണ് UR കാറ്റഗറി സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 30% ടോട്ടൽ എത്രയാണ്, 120-ലാണ് 30% മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതായത് 36 മാർക്ക് സ്കോർ ചെയ്യണം. 36 മാർക്കാണ് UR കാറ്റഗറി സ്കോർ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ UR കാറ്റഗറി 12 ക്വസ്റ്റ്യൻ, അതായത് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട്, രണ്ടിനും കൂടിയിട്ട് നമ്മളൊരു 12 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. 12 പോരാ, ചിലപ്പോൾ തെറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യുക. മിനിമം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 12 ക്വസ്റ്റ്യൻ ശരിയാക്കണം. 12 × 3 36. സോ 12 ക്വസ്റ്റ്യൻ ശരിയാക്കണം. OBC ആണെങ്കിലും EWS ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ കാറ്റഗറി അനുസരിച്ച് നോക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. നമ്മൾ മിനിമം 12 ക്വസ്റ്റ്യൻ രണ്ടും കൂടിയിട്ട് മാത്സ് റീസണിങ്. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്യുക. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്കൊരു 10-15 മാർക്ക് 15 ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നോക്കുക. 40 എണ്ണമല്ല, 40 ക്വസ്റ്റ്യനിലാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്കൊരു 15 ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കാൻ പറ്റില്ലേ? അപ്പോൾ അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളത് ക്വാളിഫൈ ചെയ്യണം. 15 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ശരിയാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി എന്താ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് എന്താ ഇത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് ക്വാളിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ സെക്കൻഡ് പേപ്പർ എത്ര മാർക്ക് ചെയ്താലും കാര്യമുള്ളൂ. കാരണം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് പേപ്പറിൽ ഒരുപാട് സ്കോർ ചെയ്തു, പക്ഷേ ഫസ്റ്റ് സെഷൻ 1 ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളവിടെ കൂട്ടില്ല, നമ്മൾ റാങ്ക് ലിസ്റ്റിലേ ഉണ്ടാവില്ല. സോ അപ്പോൾ നമ്മൾ സെഷൻ 1-ഉം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സെഷൻ 2-ൽ പഠിക്കുന്ന പോലെ തന്നെയാണ് സെഷൻ 1-ഉം. അവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ മിനിമം 12 ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 15 എണ്ണം കറക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെഷൻ 1-ൻ്റെ കാര്യം. ഇനി സെഷൻ 2 നോക്കിയാൽ 2 കാര്യങ്ങളുണ്ട് അവിടെ. ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ജനറൽ അവയർനെസ് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്, സ്റ്റാറ്റിക് കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലാണ്ട് നമ്മുടെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളും വരുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് എന്താ, വൊക്കാബുലറി വരുന്നുണ്ട്, ഗ്രാമർ വരുന്നുണ്ട്, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ, നമ്മൾ എക്സാമിൻ്റെ കാര്യം നോക്കിയാൽ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് നിന്നാണ് വരിക. അപ്പോൾ എത്ര കാലത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ലാസ്റ്റ് ഒരു വർഷത്തെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എപ്പോഴാണ് എക്സാം, ഫെബ്രുവരി 4-നാണ് എക്സാം. അപ്പോൾ എന്തായാലും ജനുവരി ചോദിക്കാൻ ചാൻസ് ഇല്ല, അതായത് തൊട്ട് ഒരു മാസം മുന്നത്തെ ചോദിക്കാൻ സാധ്യതയില്ല. ഡിസംബർ വരെയുള്ള, അപ്പോൾ നമ്മൾ എന്താ പഠിക്കുക, കഴിഞ്ഞ 2025-ലെ ഫുൾ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അതായത് ഡിസംബർ മുതൽ അങ്ങ് ബാക്കിലേക്ക് ഡിസംബർ, നവംബർ അങ്ങനെ പഠിക്കുക. അതിൽ തന്നെ ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ നോക്കി വെക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നടന്ന അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ നോക്കി വെക്കുക. അതുപോലെ അവാർഡ്സ്, ഒരു വർഷം നടന്ന അവാർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ നോക്കുക. ലാസ്റ്റ് നിമിഷം നോക്കേണ്ട കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണ്, അപ്പോയിൻമെൻറ്റ്സ് നോക്കി വെക്കുക, അവാർഡ്സ് നോക്കി വെക്കുക. അതുപോലെ ഗവൺമെൻറ് സ്കീം, ഒരുപാട് ഗവൺമെൻറ് സ്കീം ഉണ്ടാവില്ലേ, അതായത് ഇത്ര ഗവൺമെൻറ് ഓരോ പുതിയ സ്കീം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ ഗവൺമെൻറ് സ്കീം നോക്കുക. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കീം നോക്കുക. പിന്നെ സ്പോർട്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സ്പോർട്സ് ഇപ്പോൾ നടന്ന ഒരുപാട് സ്പോർട്സ് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടുന്ന് കപ്പടിച്ചത് ആരാണ്, അതായത് അല്ലെങ്കിൽ വിംബിൾട്ടൺ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഓസ്ട്രേലിയൻ ഓപ്പൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ അതിലൊക്കെ വിന്നർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. സ്പോർട്സിൻ്റെ കാര്യം നോക്കി വെക്കുക. അതുപോലെ റിപ്പോർട്ട്സ്, അതായത് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടാവില്ലേ, അതിൽ നമ്മൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, റിപ്പോർട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് കറണ്ട് അഫയേഴ്സിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം. കറണ്ട് അഫയേഴ്സ് ഒരു വർഷത്തെ പഠിക്കണം. അതിൽ തന്നെ ലാസ്റ്റത്തെ 6 മാസത്തെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, സ്കീംസ്, പിന്നെന്താ സ്പോർട്സ്, റിപ്പോർട്ട്സ്. ഇതാണ് കറണ്ട് അഫയേഴ്സിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അത് സെറ്റല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഡാൻസ്. ഈ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് എന്താണ് ജനറൽ അവയർനെസ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾ ജനറൽ അവയർനെസ്സിൽ 25 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ വരുന്നത് എവിടെയാണ്? സ്റ്റാറ്റിക്കിലും കറണ്ട് അഫയേഴ്സിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സ്റ്റാറ്റിക്കിന്നും കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. സോ സ്റ്റാറ്റിക്കിൽ നോക്കിയാൽ നമുക്ക് ഡാൻസ്, മ്യൂസിക് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്. ഒരുപാട് ഫെസ്റ്റിവൽസ് ഇല്ലേ? ഈ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ്? ഇനി ഈ ഡാൻസ് ഏത് സ്റ്റേറ്റിലാണ്? നമ്മുടെ രാജസ്ഥാനിലേക്ക് ഡാൻസൊക്കെ ഒരുപാട് ഡാൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. സോ ആ ഡാൻസ് ഫോം ഇത് എവിടുത്തെ ഡാൻസ് ആണ്? അതൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസിൻ്റെ കാര്യം പഠിക്കുക, മ്യൂസിക് പഠിക്കുക, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുക. ഓക്കെ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണാലിറ്റി തരും. അതായത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡാൻസുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി, ഇവർ ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. പിന്നെന്താ ഫെസ്റ്റിവൽസ്, പിന്നെ ടെമ്പിൾസിനെ പറ്റി വരാം. സ്പോർട്സ് ഇപ്പോൾ എന്താണ്? ഓരോ സ്പോർട്സിൽ എത്ര ആൾക്കാരാണ് പ്ലേ ചെയ്യുന്നത്, പ്ലേയേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ സ്പോർട്സിലെ ചില ടേംസ് പറയാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. പിന്നെന്താ ബുക്സ്, ഓതർ, പിന്നെ യുനെസ്കോ, റംസാർ സൈറ്റ്. ഇതൊക്കെ റംസാർ സൈറ്റ് പുതിയ ഓരോന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരാം. റംസാർ സൈറ്റിൻ്റെ പേര് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ GI ടാഗ്, പുതിയതായിട്ട് നമുക്ക് GI ടാഗ് കിട്ടിയ ഒരു ഐറ്റം ഉണ്ടാവും. ആ ഐറ്റം ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം മ്യൂസിക്കിൻ്റെയും ഡാൻസിൻ്റെ ഒക്കെ റിലേറ്റ് ചെയ്ത പേഴ്സണാലിറ്റിയും കൂടെ പഠിക്കാം. ഓക്കെ, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, സക്കീർ ഹുസൈനൊക്കെ ഉള്ളത്, സക്കീർ ഹുസൈൻ ഏതിനാണ്? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതുപോലെ ഒരുപാട് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി, ഡാൻസുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചു വെക്കാം. സോ അതാണ് നമ്മുടെ സ്റ്റാറ്റിക്കിൽ മെയിനായിട്ട് വരുന്ന സ്റ്റാറ്റിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക് ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമി, പിന്നെ സയൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഹിസ്റ്ററിയിൽ എന്നാലും നിങ്ങൾ ലാസ്റ്റ് നിമിഷം നോക്കേണ്ടത് ഇൻഡസ് വാലി നോക്കുക, ഡൽഹി സൽത്തനറ്റ് നോക്കുക, പിന്നെ മുഗൾ നോക്കുക, പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് വാർസും ബാറ്റിൽസൊക്കെ ഉണ്ടാവില്ലേ? പ്രധാനപ്പെട്ട കുറച്ച് ബാറ്റിൽസ്, അപ്പോൾ അതിൻ്റെ ഇയർ നോക്കുക, അത് ആരൊക്കെയാണ് തമ്മിലാണെന്ന് നോക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്, അവരുടെ പേര്, അവരുടെ മൂവ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കുക. ഹിസ്റ്ററിയിൽ ഇത്രയാണ് നോക്കേണ്ടത്. ഇൻഡസ് വാലി കറക്റ്റായി നോക്കുക, മുഗളിൻ്റെ ആ കാലഘട്ടം നോക്കുക, പിന്നെന്താ ഡൽഹി നോക്കുക, മുഗളും ഡൽഹി നോക്കുക, ഇൻഡസ് വാലി നോക്കുക, ബാറ്റിൽസ് മെയിനായിട്ടുള്ള ബാറ്റിൽസ് നോക്കുക, അതിൻ്റെ ഇയർ നോക്കുക, പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആ മൂവ്മെൻറ്റും അത് നോക്കുക. ഇപ്പം നിങ്ങൾ പറയും ഏകദേശം എല്ലാം കവർ ചെയ്തല്ലോ എന്ന്. സോ ഏതാണ്ട് അതായത് എന്താണ്? ഡൽഹി സൽത്തനറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മുഗളും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പേര്, അവരുടെ ആർക്കിടെക്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡസ് വാലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി പോളിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ആണ് നോക്കേണ്ടത്. ഇവിടെ ആർട്ടിക്കിൾസ് ആട്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് 1 മുതൽ 30 വരെ 32 വരെയുള്ള ആ ആർട്ടിക്കിൾസ്, അതൊക്കെ നോക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെന്താ? അമെൻമെൻറ്റ്സ്, പ്രധാനപ്പെട്ട കുറച്ച് അമെൻമെൻറ്റ്സ് ഉണ്ടാവില്ലേ? അതൊക്കെ നോക്കുക. 42 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? അമെൻമെൻറ്റ്സ് നോക്കുക. പിന്നെ പാർലമെൻറ്റിനെ കുറിച്ച് പാർലമെൻറ്റ് പഠിക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യറിയും പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കിയാൽ ജോഗ്രഫിയിൽ റിവേഴ്സ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ്, ക്രോപ്സ്, സോയിൽ, പിന്നെ നമ്മളെ ചുറ്റുമുള്ള കൺട്രി, നമ്മുടെ ബോർഡർ ചെയ്യുന്ന കൺട്രീസിനെ കുറിച്ച് നോക്കുക. ഏതൊക്കെ കൺട്രീസാണ്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. എക്കണോമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ ഇൻഫ്ലേഷനെ പറ്റി, പിന്നെ സെൻസസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ 5 ഇയർ പ്ലാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ 5 ഇയർ പ്ലാൻസ് ഒക്കെ പഠിക്കുക. നീതി ആയോഗ് ഇപ്പോൾ വന്നു, അതിന് മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. അപ്പോൾ 5 ഇയർ പ്ലാനിൻ്റെ കാര്യങ്ങൾ കുറച്ച് പഠിക്കുക. പിന്നെ മോണിറ്ററി പോളിസി, എന്താണ് മോണിറ്ററി പോളിസി? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ? മോണിറ്ററി പോളിസി എന്താണ്? RBI നടത്തുന്ന പോളിസി, അതായത് മോണിറ്ററി കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI നടത്തുന്നതാണ് മോണിറ്ററി പോളിസി, ഗവൺമെൻറ് നടത്തുന്നതാണ് ഫിസ്ക്കൽ പോളിസി. സോ മോണിറ്ററി പോളിസീൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കുറച്ച് ലാസ്റ്റ് നിമിഷം നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത്. ലാസ്റ്റ് നിമിഷം നോക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ സെഷൻ 1 നമുക്ക് പാസ്സാവാൻ എന്ത് ചെയ്യണം? ഒരു 12 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കണം. മിനിമം എന്ന് പറഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കുക. 40-ൽ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റില്ലേ?
സെഷൻ 1 പറ്റും. അപ്പോൾ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യും. സെഷൻ 2ൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താ ജനറൽ അവയർനെസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു, ലാസ്റ്റ് ഒരു വർഷത്തെയാണ്, അതിൽ തന്നെ 6 മാസത്തെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു, പിന്നെ സ്റ്റാറ്റിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യുക. കാരണം ജനറൽ അവയർനെസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം വാസ്റ്റായി കിടക്കുന്ന ഏരിയ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ ഗ്രാമറിൻ്റെ റൂൾ ഉണ്ടല്ലോ, കുറേ റൂൾസ് ഇല്ലേ, ആ റൂൾസൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഗ്രാമറിൻ്റെ റൂൾസ് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. അതുപോലെ വൊക്കാബുലറി നിങ്ങൾ കറക്റ്റ് ആക്കുക. വൊക്കാബുലറി നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ റീഡിങ് കോമ്പിനേഷൻ ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ എടുക്കാൻ പറ്റണം. ഓക്കെ, 25-ൽ മാക്സിമം ഒരു 20 മിനിമം. ഓക്കെ, അതായത് 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഒരു 22-23 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ശരിയാക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ മാർക്ക് കുറഞ്ഞു പോകാം, കാരണം നമുക്കറിയാത്ത ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇംഗ്ലീഷിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക. കാരണം ഇത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഗ്രാമർ നിങ്ങൾ പഠിക്കണം. ഗ്രാമറിൻ്റെ ആ റൂൾസൊക്കെ കറക്റ്റായി പഠിച്ചിട്ട് പോവുക. പിന്നെ വൊക്കാബുലറി, പിന്നെ റീഡിങ് കോമ്പിനേഷൻ. അപ്പോൾ ഇത് കറക്റ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. 130 ആണ് നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 130 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് നോക്കുക, ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കുക. പിന്നെ നമ്മൾ മസ്റ്റായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എടുക്കുക. കാരണം എക്സാം നമ്മൾ വെറുതെ കുറേ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ റിയൽ എക്സാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കണം. സോ മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക, റിവിഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് മാക്സിമം എടുക്കുക. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് വരുന്നത് നോക്കുക. എന്നിട്ട് ആ ഏരിയയിൽ വീണ്ടും വീക്കായ ഏരിയയിൽ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുക. സമയം കുറച്ചേ ഉള്ളൂ, പക്ഷേ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ മോക്ക് ടെസ്റ്റിലൂടെ ഇനി നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.